89.6 FM Sargakshetra. SK Junction. സർഗക്ഷേത്ര 89.6 FM SK ജംഗ്ഷന്റെ പുതിയൊരു അധ്യായം ഇവിടെ തുടങ്ങുവാണ്. നമ്മൾ റേഡിയോ സ്റ്റേഷൻ തുടങ്ങിയ കാലം മുതലേ കുടുംബശ്രീ അംഗങ്ങളുമായിട്ട് വളരെയധികം അടുപ്പത്തിൽ പോകുന്ന ഒരു റേഡിയോ സ്റ്റേഷനാണ്. നമ്മൾ ഏറ്റവും ആദ്യം റേഡിയോ തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ട് നടത്തിയ ഓണാഘോഷത്തിൽ തന്നെ കുടുംബശ്രീ അംഗങ്ങളുമായിട്ടുള്ള ആ ഒരു ബന്ധം നമ്മൾ തുടങ്ങിയിരുന്നു. നമ്മളൊരു തിരുവാതിര കളി മത്സരം സംഘടിപ്പിച്ചു. വളരെ മനോഹരമായി ഒരുപാട്, എനിക്കൊന്ന് 20ഓളം കുടുംബശ്രീ യൂണിറ്റുകളിൽ നിന്ന് തിരുവാതിര മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നു. വളരെ ഗംഭീരമായ മത്സരമായിരുന്നു. അതോടൊപ്പം തന്നെ കുടുംബശ്രീ അംഗങ്ങൾ ജില്ലയിലുടനീളം നടത്തിക്കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളിലും നമ്മൾ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വളരെ സന്തോഷത്തോടെയും വളരെ പ്രതീക്ഷയോടെയൊക്കെ ഇതിനെ നോക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് SK ജംഗ്ഷനിൽ വന്നിട്ട് ഞാനിങ്ങനെ കുടുംബശ്രീയെ പറ്റി ഇത്രത്തോളം സംസാരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2025 സർഗക്ഷേത്ര 89.6 FM കുടുംബശ്രീ അംഗങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ വലിയൊരു പദ്ധതി, കുറച്ചധികം നാൾ നീണ്ടു നിൽക്കുന്ന വളരെ വലിയ ഒരു പരിപാടി അല്ലെങ്കിൽ പദ്ധതി മുന്നോട്ട് വെക്കുകയാണ്. അതെന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ വഴിയെ പറഞ്ഞു തരാം. ഇന്ന് ഈ ഒരു സമയം മുതൽ നമ്മളോട് സംസാരിച്ച് തുടങ്ങാൻ പോകുന്നത് കുടുംബശ്രീ കോട്ടയം ജില്ലാ മിഷൻ കോർഡിനേറ്റർ ആയിട്ടുള്ള അഭിലാഷ് സാറാണ്. അതായത് ഒരു ജില്ലയിലെ കുടുംബശ്രീ പ്രവർത്തനങ്ങളെ മുഴുവനായി ഏകോപിപ്പിക്കുന്ന വളരെ വലിയ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അത് ഗംഭീരമായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയങ്കരനായിട്ടുള്ള അഭിലാഷ് സാർ. സാർ നമസ്കാരം. നമസ്കാരം. സാറിൻ്റെ അതായത് ഇത്രയേറെ തിരക്ക് പിടിച്ച ഒരു ദിവസത്തിൽ 2 മണിക്കൂർ സമയം ഞങ്ങൾ സാറിൻ്റെ കയ്യിൽ നിന്ന് എടുക്കുവാണ്. അതായത് സാറിനെ നമ്മളിപ്പോൾ ഇത്തരം ഏത് സംഘടനാ സംവിധാനങ്ങളുടെ തലപ്പത്തും അല്ലെങ്കിൽ അതിൻ്റെ ഉയർന്ന പൊസിഷനിലിരിക്കുന്ന ആളുകളെയൊക്കെ നമ്മൾ മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ എല്ലാം മുഖത്തെ ചിരിയൊക്കെ ചിലപ്പോൾ അല്പം കുറവായിരിക്കും. അതൊരിക്കലും അവരുടെ പ്രശ്നമല്ല. അത്രത്തോളം വലിയ ഉത്തരവാദിത്തങ്ങൾ തലയിലൂടെ കടന്നു പോകുന്നതുകൊണ്ട് ചിരിക്കാനുള്ള സമയമൊക്കെ അവർക്ക് ഭയങ്കര കുറവായിരിക്കും. സാർ എങ്ങനെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിന് വിരുദ്ധമായിട്ട് എപ്പോഴും ചിരിക്കാൻ പറ്റുന്നു, ചിരിച്ചുകൊണ്ട് ഇങ്ങനത്തെ ഈ പരിപാടികളൊക്കെ നേരിടുന്നു? അത് ആദ്യം പറഞ്ഞ് നമുക്ക് തുടങ്ങാം. അല്ല, ചിരിക്കുക എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇടപെടുന്നത് ഒരു കമ്മ്യൂണിറ്റിയിലാണല്ലോ. ഓക്കെ. അപ്പോൾ നമ്മുടെ അപ്രോച്ച് എങ്ങനെയാണോ അത് തന്നെയായിരിക്കും കമ്മ്യൂണിറ്റിയിൽ നിന്ന് നമുക്കും കിട്ടുന്നത്. ശരി. അപ്പോൾ ആ ഒരു കാര്യത്തിലാണ് നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരുമായിട്ടും സൗഹൃദപരമായിട്ടുള്ളൊരു അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുക എന്നുള്ളൊരു ആ ഒരു ഇതിലങ്ങ് പോകുന്നത് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ്. സാറിന്റെ മുഖത്ത് എപ്പോഴും ചിരി ഉണ്ടാവും. തീർച്ചയായിട്ടും. സാറ് ചിരിയോട് കൂടിയ എല്ലാ കാര്യങ്ങളിലും. ഓ, അത് ഭയങ്കര വലിയൊരു ക്വാളിറ്റിയാണ് സാർ. ഒരുപക്ഷെ എല്ലാവർക്കും അത് പറ്റണമെന്നുമില്ല. റേഡിയോയിലൂടെ കുടുംബശ്രീയെ പറ്റി തന്നെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് സർഗക്ഷേത്ര 89.6 FM. 89.6 FM Sargakshetra. SK Junction. സർഗക്ഷേത്ര 89.6 FM SK ജംഗ്ഷൻ കേട്ടുകൊണ്ടിരിക്കുന്നു. SK ജംഗ്ഷനിൽ നമ്മൾ കുടുംബശ്രീയെ പറ്റി വളരെ ആഴത്തിൽ പല കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കുടുംബശ്രീ കോട്ടയം ജില്ലാ മിഷൻ കോർഡിനേറ്റർ ആയിട്ടുള്ള അഭിലാഷ് സാറാണ്. സാർ, നമ്മളപ്പോൾ എങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു? കോട്ടയം ജില്ലാ കുടുംബശ്രീ പരിപാടികളൊക്കെ അതിശക്തമായി നീങ്ങുന്നു, അതിഗംഭീരമായി നീങ്ങുന്നു എന്ന് നമുക്കറിയാം. അപ്പോൾ ഞാനിപ്പോൾ കുടുംബശ്രീയുടെ ഒരു ഓഫീസ് സംവിധാനത്തെപ്പറ്റി ചോദിച്ച് അല്ലെങ്കിൽ അതിനെപ്പറ്റി പറഞ്ഞ് നമുക്ക് തുടങ്ങാം. ഇപ്പോൾ സാധാരണ ഒരു കുടുംബശ്രീ അംഗം മുതൽ കുടുംബശ്രീയുടെ ജില്ലാ മിഷൻ ഓഫീസ് വരെ നീണ്ടു നിൽക്കുന്ന വളരെ വലിയൊരു സിസ്റ്റം ഉണ്ടല്ലോ. ഇത് ജസ്റ്റ് ഒന്ന് സാറിന് പരിചയപ്പെടുത്താൻ പറ്റുമോ? എങ്ങനെയാണ് ആ സംവിധാനം? തീർച്ചയായിട്ടും പരിചയപ്പെടുത്താം. അപ്പോൾ ഇത് കുടുംബശ്രീ നമുക്ക് 2 രീതിയിലാണ് കാണുന്നത്. ഒന്ന് കമ്മ്യൂണിറ്റി, 2 ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന വേറൊരു വിങ്. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്ക് സംസ്ഥാന മിഷനും സ്റ്റേറ്റ് മിഷനും ഉള്ളത്. സംസ്ഥാന മിഷനും ജില്ലാ മിഷനും ഉള്ളത്. അപ്പോൾ ജില്ലാ മിഷൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള സപ്പോർട്ട് നൽകുക എന്നൊരു കാര്യത്തിലാണ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഈ കമ്മ്യൂണിറ്റിയാണ് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നടത്തുന്നത്. ആക്ച്വലി ഗ്രൗണ്ടിൽ കാര്യങ്ങളെല്ലാം നടത്തുന്നത് കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ അവരെ നടത്തുന്നതിന് വേണ്ടി സജ്ജരാക്കുക, അവർക്ക് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുക, എത്തരത്തിലുള്ള സപ്പോർട്ടാണ് അവർക്ക് ആവശ്യം അത് മനസ്സിലാക്കി അവരെ പിന്തുണയ്ക്കുക. അതാണ് നമ്മൾ ജില്ലാ മിഷൻ ചെയ്യുന്നത്. ഇപ്പോൾ ജില്ലാ മിഷൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഉണ്ടാവും, 3 അസിസ്റ്റൻറ്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർമാരുണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് ഈ സ്കീമുകളുടെ അടിസ്ഥാനത്തിൽ ഒരു 11 ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജർമാരുണ്ട്. പിന്നെ നമ്മുടെ ഓഫീസ് സംവിധാനം നിർവഹിക്കുന്നതിന് വേണ്ടി OSS എന്ന വിങ്ങിൽ കുറേ ആളുകളുണ്ട്, ഒരു 3-4 പേരുണ്ട്. പിന്നെ അതുകൂടാതെ നമ്മുടെ മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടി സാധാരണ ഓഫീസിലെ ക്ലറിക്കൽ സംവിധാനം ചെയ്യുന്ന 1-2 പേരും പിന്നെ നമ്മുടെ ക്ലീനിങ് സ്റ്റാഫുകളുമാണ് നമ്മുടെ ജില്ലാ മിഷനിലുള്ളത്. പിന്നെ ഇതുകൂടാതെ നമ്മുടെ DPMൻ്റെ കീഴിൽ ഈ 44
ബ്ലോക്ക് കോർഡിനേറ്റർമാരുണ്ട്. 44 ബ്ലോക്ക് കോർഡിനേറ്റർമാരുണ്ട്. ഓക്കെ, ഈ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? നമ്മുടെ റവന്യൂ ബ്ലോക്ക് തന്നെ. ആ ബ്ലോക്കിൽ ഒരു ബ്ലോക്കിൽ 4 ബ്ലോക്ക് കോർഡിനേറ്റർമാരാണ് ഉള്ളത് ആ സ്കീമിൻ്റെ അടിസ്ഥാനത്തിൽ. അതുപോലെ 11 ബ്ലോക്കിൽ 44 ബ്ലോക്ക് കോർഡിനേറ്റർമാരുണ്ട്. പിന്നെ നമുക്ക് നഗര സംവിധാനത്തിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടി NULMൻ്റെ സ്റ്റാഫുകളും ഉണ്ട്. ഇത്രയും ആളുകളാണ് നമ്മൾ കുടുംബശ്രീക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ആളുകൾ. പിന്നെ ഇത് കൂടാതെ തന്നെ നമ്മൾ ഓരോ സ്കീമിനും റിസോഴ്സ് പേഴ്സൺമാരെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ വിങ്ങിന് അഗ്രികൾച്ചർ ആയാലും അല്ലെങ്കിൽ ആനുവൽ ഹസ്ബൻഡറി ആയാലും മൈക്രോ എൻ്റർപ്രൈസസ് ആയാലും അതുപോലെ തന്നെ സംഘടനാ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണെങ്കിലും മൈക്രോ ഫിനാൻസിനാണെങ്കിലും എല്ലാ വിങ്ങിലും നമ്മൾ റിസോഴ്സ് പേഴ്സൺമാരെ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കമ്മ്യൂണിറ്റിയിൽ നിന്നാണ് പിക്ക് ചെയ്യുന്നത്. നമ്മൾ കൂടുതൽ ആളുകൾ ഇപ്പം ഈ പ്രോഗ്രാം മാനേജറാണെങ്കിലും അല്ലെങ്കിൽ ബ്ലോക്ക് കോർഡിനേറ്റർമാരാണെങ്കിലും റിസോഴ്സ് പേഴ്സൺമാരാണെങ്കിലും എല്ലാവരെയും നമ്മൾ പിക്ക് ചെയ്തിരിക്കുന്ന കമ്മ്യൂണിറ്റിയിൽ നിന്നാണ്. കമ്മ്യൂണിറ്റിയിലെ കുടുംബശ്രീ അംഗങ്ങളോ അല്ലെങ്കിൽ കുടുംബശ്രീ കുടുംബാംഗങ്ങളോ ആയിട്ടുള്ള ആളുകളെയാണ് നമ്മൾ പിക്ക് ചെയ്തിരിക്കുന്നത്. മനസ്സിലായി. അപ്പോൾ എല്ലാം ഈ സംഘടനയ്ക്കുള്ളിൽ ഉള്ള കാര്യങ്ങളാണ്. എല്ലാവരും, അതായത് ഇത് ഈ പൊസിഷനിൽ എത്തിയതിന്റെ പേരിൽ കുടുംബശ്രീ അറിയാവുന്നവരല്ല, അതിനു മുൻപേ കുടുംബശ്രീയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർ തന്നെയാണ്. അത് കൊള്ളാം. അത് അതിമനോഹരമായി ഗംഭീരമായി മുന്നോട്ട് പോകാനൊരു പ്രധാന കാരണമാണ്. ഓക്കെ, റേഡിയോയിൽ SK ജംഗ്ഷൻ കേട്ട് തുടങ്ങുവാണ്. നമ്മൾ ഇന്ന് കുടുംബശ്രീയെ പറ്റി കൂടുതൽ ആഴത്തിൽ അറിയാനുള്ള ശ്രമമാണ് നടത്താൻ പോകുന്നത്. കുടുംബശ്രീ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, വളരെ കാലമായി നമുക്ക് മുന്നിൽ വളരെ മാതൃകാപരമായി പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വളരെ വലിയ പ്രസ്ഥാനമാണ്. പക്ഷേ ഇതിൻ്റെ ചില ഇടങ്ങളിലെ ചില കാര്യങ്ങൾ നമുക്കറിയാത്തതുണ്ടെങ്കിൽ അത് അറിയിക്കുക തന്നെയാണ് ഞങ്ങളുടെ ഉദ്ദേശം. ഇത് സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. SK ജംഗ്ഷൻ. സർഗക്ഷേത്ര 89.6 FM SK ജംഗ്ഷനാണ്. SK ജംഗ്ഷനിൽ നമ്മൾ കുടുംബശ്രീയെ പറ്റിയാണ് ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുടുംബശ്രീയെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ ജില്ലയിൽ കുടുംബശ്രീയെ പറ്റി ഏറ്റവും ആധികാരികമായി സംസാരിക്കാൻ പറ്റിയ ഒരാൾ തന്നെയാണ് നമ്മളോട് കാര്യങ്ങൾ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. കുടുംബശ്രീ കോട്ടയം ജില്ലാ മിഷൻ കോർഡിനേറ്റർ ആയിട്ടുള്ള അഭിലാഷ് സാറുണ്ട്. സാറ് വളരെ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ ഓരോന്നായി പറഞ്ഞു തന്നുകൊണ്ടിരിക്കുമ്പോൾ സാർ ഇനി ഉള്ള എൻ്റെ ഒരു ചോദ്യം, അതിപ്പോൾ ഒരുപാട് പേർക്ക് ഉത്തരം അറിയാവുന്ന ചോദ്യമാണ്. പക്ഷെ കുറേ പേർ ഇതിൻ്റെ ഉത്തരത്തിലേക്ക് അല്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണല്ലോ, അതുകൊണ്ട് ഒരുപാട് ആലോചിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ശരിക്കും എന്താണ് കുടുംബശ്രീ സംവിധാനം? എന്തിനു വേണ്ടി നിലവിൽ വന്നു? അല്ലെങ്കിൽ കുടുംബശ്രീ സംവിധാനം കൊണ്ട് എത്രത്തോളം ആളുകൾക്ക് പ്രയോജനമുണ്ടാകുന്നു? അതിൻ്റെ ആ ഒരു സംഘടനാ സംവിധാനം നിലവിൽ വരാനിടയായ സാഹചര്യവും നിലവിലെ അതിൻ്റെ നടത്തിപ്പും അതിനെപ്പറ്റിയൊക്കെ സാറൊന്ന് പറയാമോ? തീർച്ചയായിട്ടും. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദാരിദ്ര്യ ലഘൂകരണത്തിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവന്ന ഒരു സ്ത്രീ സംഘടനയാണ് കുടുംബശ്രീ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഈ പറഞ്ഞതുപോലെ തന്നെ 25 വർഷം നീണ്ടു നിൽക്കുന്ന വലിയൊരു യാത്രയിലൂടെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ആദ്യം ദാരിദ്ര്യ ലഘൂകരണം എന്നൊരു ലക്ഷ്യമായിട്ട് മുമ്പോട്ട് വന്നെങ്കിൽ ഇന്ന് സ്ത്രീ ശാക്തീകരണം, സാമ്പത്തിക ശാക്തീകരണം, സാമൂഹിക ശാക്തീകരണം, ഈ 3 ലക്ഷ്യങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അപ്പോൾ നമ്മുടെ ജില്ലയിൽ ഇപ്പം കുടുംബശ്രീ അംഗങ്ങളായിട്ടുള്ളത് ഏകദേശം 2.5 ലക്ഷത്തോളം വനിതകളുണ്ട്. 2.5 ലക്ഷം വനിതകൾ നമ്മുടെ കുടുംബശ്രീയിൽ അംഗങ്ങളാണ്. 2.5 ലക്ഷം എന്ന് പറയുമ്പോൾ ഒരു കുടുംബത്തിൽ നിന്നും 18 വയസ്സ് പൂർത്തിയായിട്ടുള്ള ഒരു വനിതയ്ക്ക് മാത്രമാണ് കുടുംബശ്രീയിൽ അംഗത്വം എടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ 2.5 ലക്ഷം വനിതകളുണ്ട് എന്ന് പറയുമ്പോൾ 2.5 ലക്ഷം കുടുംബങ്ങളാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഇനി ആ കുടുംബത്തിൽ 18 വയസ്സുള്ള വനിതയ്ക്ക് കുടുംബശ്രീയിൽ അംഗത്വം എടുക്കാൻ സാധിക്കാത്ത സാഹചര്യമുണ്ടെങ്കിൽ അവരെ നമുക്ക് വേറൊരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ആ ഗ്രൂപ്പിനെ ഓക്സിലറി ഗ്രൂപ്പ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്സിലറി ഗ്രൂപ്പ്. ഓക്കെ. അപ്പോൾ അതിലും നമ്മുടെ ജില്ലയിൽ ഇപ്പോൾ ഏകദേശം ഒരു 16,000 വനിതകൾ അംഗത്വം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 ഗ്രൂപ്പാണ് നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ കുടുംബശ്രീയുമായിട്ട് ബന്ധപ്പെട്ട് ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇവരുടെ കാര്യങ്ങളെന്ന് ഈ പറഞ്ഞതുപോലെ തന്നെ ഇവരുടെ കൂട്ടത്തിൽ തന്നെ കുറച്ച് ആളുകളെ ഇലക്ഷൻ മുഖേന തിരഞ്ഞെടുത്ത് നമ്മൾ വാർഡ് ലെവലിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ആ വാർഡ് ലെവലിലൊരു ഗ്രൂപ്പുണ്ട്, 11 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അതിനെ നമ്മൾ ADS എന്ന് പറയുന്നു. ADS ഏരിയ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി. ഇങ്ങനെ ആ വാർഡുകളിലെ ഇപ്പോൾ ഒരു പഞ്ചായത്തിൽ 10 വാർഡുകളുണ്ടെങ്കിൽ ആ 10 വാർഡിലുള്ള ഈ 11 പേര് അടങ്ങുന്ന ഗ്രൂപ്പുകളെല്ലാം കൂടി ചേർന്ന് ഒരു ഇലക്ഷൻ നടത്തി പഞ്ചായത്ത് ലെവലിലേക്ക് വരുന്നു. ഇതിനെ നമ്മൾ CDS എന്ന് വിളിക്കുന്നു, കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് സൊസൈറ്റി. ഇവരാണ് പഞ്ചായത്ത് തലത്തിൽ കുടുംബശ്രീ ഏകോപിപ്പിച്ച് നടത്തുന്നത്. വളരെ ശക്തമായ സംഘടനാ സംവിധാനം അല്ലേ? അത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നടത്തിക്കൊണ്ടു പോകുന്നു. അത് ഒരുപക്ഷെ അതായിരിക്കും കുടുംബശ്രീയുടെ ഈ നമ്മൾ കാണുന്ന ഒരു ആംഗിളിലെ ഇത്രത്തോളം വലിയ വിജയത്തിൻ്റെ ഒക്കെ പിന്നിൽ. അത് ഇപ്പോൾ സാറ് പറഞ്ഞല്ലോ, ഒരു വീട്ടിൽ നിന്ന് രണ്ടാമത്തെ ഒരാൾക്ക് കുടുംബശ്രീ അംഗമാകണമെന്ന് വിചാരിച്ചാൽ ഇല്ല, സംഘടനാ സംവിധാനത്തിൽ അങ്ങനെയില്ല. ഓക്സിലറി ഗ്രൂപ്പിൻ്റെ ഭാഗമാകാനേ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ അല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ
ഇതൊരു അല്ലേ ഒരുപാട് പേർ അതിൽ ആർക്കും വരാം, ആർക്കും പോവാം, അങ്ങനെയൊക്കെ ആയിപ്പോയത്. പക്ഷേ ഇത്ര നാളായിട്ടും ഇത് വളരെ ഗംഭീരമായി ആ ഒരു സംഘടന സംവിധാനം നിലനിർത്തിക്കൊണ്ടു പോകുക എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ്. അപ്പോൾ അതിൽ സാറടക്കമുള്ളവർ വഹിക്കുന്ന പങ്ക് നമുക്ക് എത്രത്തോളം ഉണ്ടെന്ന് ശരിക്കും മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ സാറ് പറഞ്ഞ ആ നമ്പറിലേക്ക് ഞാൻ വീണ്ടും പോവുകയാണ്. കോട്ടയം ജില്ലയിൽ കുടുംബശ്രീ അംഗങ്ങളുടെ എണ്ണം 2.5 ലക്ഷത്തോളമുണ്ട്. 2.5 ലക്ഷം. നമ്മൾ ഈ ലക്ഷം പിന്നാലെ എന്ന് മുദ്രാവാക്യം വിളികളിൽ കേട്ടിട്ടുണ്ടെങ്കിലും ആ മുദ്രാവാക്യം വിളിച്ചതിൻ്റെ പിന്നിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 2.5 ലക്ഷം പേരെയൊന്നും ലക്ഷക്കണക്കിന് ആളെയൊന്നും കാണാൻ പറ്റില്ല. അതൊരു പ്രയോഗമാണ് മലയാളത്തിൽ. 2.5 ലക്ഷം പേർ ഒരിടത്ത് ഒത്തുകൂടിക്കഴിഞ്ഞാൽ അത് കോട്ടയത്ത് എവിടെ ഏതൊരു സ്ഥലം അതിന് വേണ്ടി വരുമെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഒന്ന് ആലോചിക്കും. നമ്മുടെ സ്കൂൾ അസംബ്ലി നടക്കുമ്പോൾ സ്കൂളിൽ എത്ര പേരുണ്ടായിരുന്നു? സ്കൂളിലൊരു 1000 പേരൊക്കെ പഠിച്ചിരുന്ന സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നവർക്ക് 1000 പേർ ഒത്തുകൂടിയാൽ അതിൻ്റെ നമ്പർ മനസ്സിലാവും. അപ്പോൾ അത് ഇൻറ്റു 2.5 ലക്ഷം ആകാൻ എത്രത്തോളം ഏരിയ വേണമെന്ന് ആലോചിക്കുമ്പോഴാണ് ജില്ലയിലെ കുടുംബശ്രീയുടെ ആ ഒരു പവറിലേക്ക് നമ്മൾ എത്താൻ പോകുന്നത്. റേഡിയോയിലൂടെ കുടുംബശ്രീയെ പറ്റി തന്നെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. SK ജംഗ്ഷൻ. സർഗക്ഷേത്ര 89.6 FM-ൽ SK ജംഗ്ഷനാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. SK ജംഗ്ഷനിൽ കുടുംബശ്രീയുടെ കോട്ടയം ജില്ലാ മിഷൻ കോർഡിനേറ്റർ ആയിട്ടുള്ള അഭിലാഷ് സാർ നമ്മളോട് വളരെ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയുണ്ട്. വളരെ വലിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ കുടുംബശ്രീ അംഗങ്ങളെ ഒത്തിരി കാലമായി അറിയാമെങ്കിലും നമുക്കിതുവരെ അറിയാൻ പാടില്ലാത്ത ചില കുടുംബശ്രീ കാര്യങ്ങൾ ഒരുപക്ഷെ കുറച്ച് പേർക്ക് അറിയാൻ പറ്റും, കുറേ അധികം പേർക്ക് അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയുണ്ട്. സാർ, അപ്പോൾ നമ്മൾ വീണ്ടും അയൽക്കൂട്ടത്തിലേക്ക് എത്തുകയാണ്. അയൽക്കൂട്ടം എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, കുടുംബശ്രീയുടെ അടിസ്ഥാന ഘടകമായിട്ട് അല്ലെങ്കിൽ കുടുംബശ്രീയുടെ ഏറ്റവും ശക്തമായ അടിത്തറയായിട്ട് നിൽക്കുന്നത് അയൽക്കൂട്ടങ്ങൾ തന്നെയാണ്. അപ്പോൾ ഒരു അയൽക്കൂട്ടത്തിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ്? എങ്ങനെ ഒരു അയൽക്കൂട്ടമായി മാറുന്നു? എങ്ങനെയാണ് ഒരു അയൽക്കൂട്ടം സംഭവിക്കുന്നത്? അത്തരം കാര്യങ്ങളൊക്കെ സാറൊന്ന് പറഞ്ഞു തരാമോ? തീർച്ചയായിട്ടും. ഒരു അയൽക്കൂട്ടം എന്ന് പറയുന്നത് പ്രാദേശികമായിട്ടുള്ള വനിതകളുടെ ഒരു ഗ്രൂപ്പാണ്. ഓക്കെ. അപ്പം അതിൽ മിനിമം 10 പേര് അല്ലെങ്കിൽ പരമാവധി 20 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ് അയൽക്കൂട്ടം എന്ന് പറയുന്നത്. 10 മുതൽ 20 വരെ. അപ്പം ഇങ്ങനെയുള്ള അയൽക്കൂട്ടങ്ങളെല്ലാം ചേർന്നുകൊണ്ടാണ് നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം നമ്മുടെ ജില്ലയിൽ നടത്തുന്നത്. ഓക്കെ. അപ്പോൾ ഒരു അയൽക്കൂട്ടത്തിൽ ഈ പറഞ്ഞതുപോലെ തന്നെ എല്ലാ ആഴ്ചയിലും ഇവരുടെ ഒരു മീറ്റിംഗ് കൂടുകയാണ്. ഈ മീറ്റിംഗ് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ആവിഷ്കരിക്കുന്ന എല്ലാ പദ്ധതികളും ചർച്ച ചെയ്യുന്നതിനും അത് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഈ മീറ്റിംഗ് യഥാർത്ഥത്തിൽ നമ്മൾ കൂടുന്നത്. ആ കൂടുന്നതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു നിക്ഷേപം, ആ നിക്ഷേപം ഈ പറഞ്ഞതുപോലെ തന്നെ എല്ലാ ആഴ്ചയിലും ഇവർ ഈ നിക്ഷേപം ഈ പറഞ്ഞ പോലെ അയൽക്കൂട്ടത്തിൽ സ്വരൂപിക്കുകയും അത് ബാങ്കിലേക്ക് നിക്ഷേപിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ജില്ലയിൽ 16,500ഓളം അയൽക്കൂട്ടങ്ങളുണ്ട്. 16,500. അപ്പോൾ നമ്മൾ ഈ പണ്ട് മുതലേ ഇവർ ഈ അയൽക്കൂട്ടങ്ങൾ കൂടി ആഴ്ചതോറും കൊണ്ടുവരുന്ന ചെറിയ നിക്ഷേപങ്ങൾ ആദ്യം 10 രൂപയായിരുന്നു, പിന്നെ അത് 20 രൂപയായി, ഇപ്പോൾ 100 അല്ലെങ്കിൽ അവരുടെ കപ്പാസിറ്റി അനുസരിച്ചാണ് അവരത് നിക്ഷേപിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജില്ലയിൽ മാത്രം ഇത് ഈ നിക്ഷേപങ്ങളുടെ തുക ഇപ്പോൾ 450 കോടി രൂപയായിട്ടുണ്ട്. 450 കോടി! അയ്യോ, കൊള്ളാം. അത്രത്തോളം സമ്പാദ്യശീലം വളർത്തുക എന്നുള്ള ഉദ്ദേശത്തോടെ അല്ലേ? അതെ, തീർച്ചയായും മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനം. അപ്പോൾ ഈ നിക്ഷേപത്തിൽ നിന്ന് തന്നെ ഇവർക്ക് ആവശ്യമുള്ള പണം ലോണായിട്ട് അവർക്ക് എടുക്കാവുന്നതാണ്. പിന്നെ അതുകൂടാതെ തന്നെ ഇവർക്ക് ഈ അയൽക്കൂട്ടം രൂപീകരിച്ച് ഒരു 6 മാസത്തിന് ശേഷം ഏതെങ്കിലും ഒരു ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്ത് ബാങ്കുകളിൽ നിന്നും ലിങ്കേജ് ലോൺ എടുക്കാവുന്നതാണ്. ഇപ്പം ബാങ്ക് 20 ലക്ഷം രൂപ വരെ അവരുടെ ഈ നേരത്തെ പറഞ്ഞ സമ്പാദ്യത്തിൻ്റെ അവസ്ഥ അനുസരിച്ച് 20 ലക്ഷം രൂപ വരെ ലിങ്കേജ് ലോണായിട്ട് കൊടുക്കാറുണ്ട്. ഈ ലിങ്കേജ് ലോൺ നമുക്ക് ഏത് ആവശ്യങ്ങൾക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. ശരി. കുടുംബശ്രീ സംബന്ധമായ ആവശ്യങ്ങൾക്ക് ഏത് ആവശ്യങ്ങൾക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. ഈ ലോൺ എടുത്ത് കുട്ടികളുടെ പഠനത്തിന് വേണ്ടി ചിലവാക്കുന്നവരുണ്ട്, കല്യാണത്തിന് ഗോൾഡ് മേടിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ വീട് പണിക്ക് വേണ്ടി ചിലവാക്കുന്ന ആളുകളുണ്ട്. ഏത് കാര്യത്തിന് വേണമെങ്കിലും ഈ ലോൺ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോൾ അവരോട് ആവശ്യപ്പെടുന്നത് ഇതൊരു വരുമാനദായക പ്രവർത്തനത്തിനും കൂടെ ഉപയോഗിക്കണം എന്നുള്ളൊരു നിർദ്ദേശം കൂടെ നമ്മൾ നൽകുന്നുണ്ട്. മനസ്സിലായി. അതായത് പുതിയ സംരംഭങ്ങൾ പോലെയുള്ള സംവിധാനങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടി നമ്മളും ചർച്ച ചെയ്തെത്തുന്നത് അങ്ങോട്ടേക്കാണ്. നമ്മൾ എന്താണോ സർഗക്ഷേത്ര 89.6 FM 2025 ഫെബ്രുവരി മാസത്തിൽ നമ്മൾ ആരംഭിക്കാൻ പോകുന്നത്, അതിലേക്ക് തന്നെയാണ് സാറും ഏകദേശം പറഞ്ഞെത്തിക്കുന്നത് കേട്ടോ. റേഡിയോയിൽ പാട്ടുകൾ വരുന്നുണ്ട്. ഇത് സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. SK ജംഗ്ഷൻ. SK ജംഗ്ഷൻ ഇങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയുണ്ടോ. കുടുംബശ്രീയുടെ കോട്ടയം ജില്ലാ മിഷൻ കോർഡിനേറ്റർ ആയിട്ടുള്ള അഭിലാഷ് സാറ് നമ്മളോട് കുടുംബശ്രീയെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുടുംബശ്രീ അംഗങ്ങൾ നടത്തുന്ന പല സംരംഭങ്ങളിലൂടെയും
കടന്നുപോയിട്ടുള്ളവരാണ്. പല സംരംഭങ്ങളിൽ നിന്നും പല കാര്യങ്ങളും പല സേവനങ്ങളും നമുക്ക് ലഭിച്ചിട്ടുള്ളതാണ്. അതിപ്പോൾ ഇങ്ങനെ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ശരിയാണല്ലോ, നമ്മൾ ആ ചായ കുടിച്ചിട്ടുള്ള ആ കട കുടുംബശ്രീ ചേച്ചിമാർ നടത്തിയതായിരുന്നല്ലോ എന്ന് മുതൽ പല പല കാര്യങ്ങളും മനസ്സിലേക്ക് വരുന്നുണ്ടാകും. നമ്മളപ്പോൾ ആ ഒരു ആശയത്തിലേക്കും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. സാർ, ഇപ്പോൾ കുടുംബശ്രീ അംഗങ്ങൾക്കൊരു സംരംഭം തുടങ്ങണമെങ്കിൽ എങ്ങനെയാണ് ഒരു സംരംഭം തുടങ്ങാൻ സാധിക്കുന്നത് കുടുംബശ്രീ അംഗങ്ങൾക്ക്? സംരംഭം തുടങ്ങാൻ താല്പര്യമുള്ള ആളുകൾ ഇപ്പോൾ CDSലേക്ക് അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയിലേക്ക് സമീപിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അവർക്കൊരു ജനറൽ ഓറിയൻറ്റേഷൻ കൊടുക്കും. സംരംഭം തുടങ്ങുന്നതിനെ കുറിച്ചുള്ള ഒരു ജനറൽ ഓറിയൻറ്റേഷൻ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് അതിൽ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് EDP എന്ന് പറയുന്നൊരു ക്ലാസ്സും കൂടെ കൊടുക്കും. എൻ്റർപ്രൈസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ഇതും കൂടെ കൊടുക്കും. ഇതും കൂടെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കിനും അവർക്ക് കൂടുതൽ സംരംഭം തുടങ്ങാനുള്ള ഒരു താല്പര്യം കൂടുതലാണെങ്കിൽ അവർക്ക് ഒരു സ്കിൽ ട്രെയിനിങ് കൂടെ കൊടുക്കും. അപ്പോൾ അവരുടെ അഭിരുചി എന്താണോ ആ അഭിരുചിക്കനുസരിച്ചുള്ള സ്കിൽ ട്രെയിനിങ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ പ്രോസസ്സ് തന്നെ ചിലപ്പം ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച, 1 മാസം 2 മാസം വരെ നീണ്ടു പോകുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ അവർ സ്വന്തമായി സംരംഭത്തിന്റെ ആശയം ഇല്ലാത്തവരാണെങ്കിലും ഇതിലൂടെ കൊണ്ടുവരാൻ പറ്റും. ശരി, ഓക്കെ. അപ്പോൾ അവരുടെ കഴിവെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ട്രെയിനിങ് ആണ് അവർക്ക് കൊടുക്കുന്നത്. ഓക്കെ. ഇത് കഴിഞ്ഞതിന് ശേഷം ഇവരെ ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് നമ്മൾ മൈക്രോ എൻ്റർപ്രൈസ് ഗ്രൂപ്പുകളായിട്ട് നമ്മുടെ CDSൽ രജിസ്റ്റർ ചെയ്യുന്നു. അപ്പോൾ അതിനുശേഷം ഇവർക്ക് എന്താണോ ആവശ്യം, അപ്പോൾ അവർക്ക് സാമ്പത്തികമായിട്ടുള്ള സഹായമാണെങ്കിൽ നമ്മുടെ CDSൽ നിന്ന് തന്നെ ഇൻഡിവിജ്വലിനാണെങ്കിൽ 50,000 രൂപയും ഗ്രൂപ്പിനാണെങ്കിൽ 1.5 ലക്ഷം രൂപയും നമുക്ക് ഇവർക്ക് ലോണായിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് 4% പലിശയ്ക്കാണ് കൊടുക്കുന്നത്. ശരി. അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സ് ഈ പറഞ്ഞാൽ വലിയ ഡോക്യുമെൻറ്റേഷൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള GOT, EDP, സ്കിൽ ട്രെയിനിങ് ഈ 3 പ്രോസസ്സ് കഴിഞ്ഞ് വന്ന ആളുകൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്ത് നേരിട്ട് CDSൽ നിന്നും ഫണ്ട് കൊടുക്കുന്ന ഒരു രീതിയാണ് നമ്മൾ കൊണ്ടുവരുന്നത്. ഓക്കെ. അങ്ങനെ സംരംഭങ്ങൾ നോക്കിയാൽ ഇപ്പോൾ കോട്ടയം ജില്ലയിലുടനീളം പലതരത്തിലുള്ള സംരംഭങ്ങളുണ്ടല്ലോ. അപ്പോൾ അതിൽ സാറിൻ്റെ ഒരു ആലോചനയിൽ വളരെ ഗംഭീരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിൽ സാറിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ സാറിൻ്റെ മനസ്സിൽ നിൽക്കുന്ന 1-2 സംരംഭങ്ങളെ പറ്റി കൂടി ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും. ഇപ്പോൾ നമ്മുടെ കിടങ്ങൂരിൽ തന്നെ കിടങ്ങൂർ അപ്പാരൽ പാർക്ക് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ തയ്യൽ പരിശീലനമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംരംഭമാണ് അവിടെ ഉള്ളത്. അവിടെ നമ്മൾ ഈ കോവിഡിൻ്റെ സമയത്താണ് അത് ശരിക്കും തുടങ്ങിയത്. ആ കോവിഡിൻ്റെ സമയത്ത് ആദ്യം തുടങ്ങിയ കുറച്ച് നാളുകൾക്ക് ശേഷം 1 വർഷം കഴിഞ്ഞപ്പോൾ ഏകദേശം അവിടെ ആ ഒരു സംരംഭത്തിൽ 1 കോടി രൂപയുടെ വിറ്റുവരവ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. അവിടെ നമ്മൾ തുടക്കത്തിൽ കോവിഡിൻ്റെ സമയത്ത് കിറ്റുകൾ നൽകിയ തുണിസഞ്ചികൾ അവിടെ തയ്ച്ചു. അതുപോലെ തന്നെ ഓണസമയത്ത് കൊടുത്തിരുന്ന കിറ്റുകൾക്കുള്ള തുണിസഞ്ചി അവിടെ തയ്ച്ചു. അതുകൂടാതെ തന്നെ മെഡിക്കൽ കോളേജ് അടക്കമുള്ള സ്ഥലത്ത് അവിടെ ആവശ്യമുള്ള മെറ്റീരിയൽസ് എല്ലാം തയ്ച്ചു കൊടുക്കുന്നതിന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ അവിടെ നമുക്ക് ഈ തയ്യൽ പരിശീലനം ഉൾപ്പെടെ ഇപ്പോൾ കഴിഞ്ഞ വർഷം ഈ ഘർ തിരങ്ക എന്ന് പറയുന്ന ആ സ്കീമിൽ കോട്ടയത്ത് മാത്രം 2 ലക്ഷം ദേശീയ പതാകകൾ തയ്യാറാക്കുന്നതിന് നമുക്കവിടെ സാധിച്ചു. 2 ലക്ഷം ദേശീയ പതാക നമ്മളവിടെ തയ്യാറാക്കാനായിട്ട് പറ്റി. അപ്പോൾ ആ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം നടത്തിയതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അത്തരത്തിലുള്ള വിറ്റുവരവ് നമുക്കവിടെ കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊരു കേന്ദ്രമായിട്ടാണ് അവിടെ പ്രവർത്തിക്കുന്നത്. നമ്മുടെ കോട്ടയത്തുള്ള എല്ലാ തയ്യൽ യൂണിറ്റുകൾക്കും ഈ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പരിശീലനം നമുക്ക് കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവർക്ക് കിട്ടുന്ന വർക്കുകൾ ഡിപ്ലോയ് ചെയ്ത് ഈ യൂണിറ്റുകൾക്ക് കൊടുക്കാനായിട്ടും സാധിക്കും. ഓക്കെ. എല്ലാവരും തമ്മിൽ പരസ്പരം സഹകരിച്ചാണ് പോകുന്നത്. വളരെ വലിയൊരു സംവിധാനം. എന്തായാലും ഇതുപോലെ മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്ന പല കുടുംബശ്രീ അംഗങ്ങളെയും കുടുംബശ്രീ യൂണിറ്റുകളെയും നമ്മൾ പരിചയപ്പെടാനിരിക്കുവാണ് പാട്ടുകൾക്ക് ശേഷം. ഇത് സർഗക്ഷേത്ര 89.6 FM. SK ജംഗ്ഷൻ സർഗക്ഷേത്ര 89.6 FM SK ജംഗ്ഷൻ കേട്ടുകൊണ്ടിരിക്കുന്നു. SK ജംഗ്ഷനിൽ നമ്മൾ കുടുംബശ്രീയെ പറ്റി വളരെ ആഴത്തിൽ പല കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കുടുംബശ്രീ കോട്ടയം ജില്ലാ മിഷൻ കോർഡിനേറ്റർ ആയിട്ടുള്ള അഭിലാഷ് സാറാണ്. സാർ, നമ്മളപ്പോൾ നേരത്തെ പറഞ്ഞു നിർത്തിയത് കുടുംബശ്രീ അംഗങ്ങൾ മാതൃകാപരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ചില സംരംഭങ്ങളെ പറ്റിയാണ്. അതിൽ നമുക്ക് നേരിട്ട് അറിയാവുന്നതും, അതായത് നമ്മളിപ്പോൾ ഒരു സ്ഥാപനത്തിൽ ചെന്നാൽ അവിടെ കുടുംബശ്രീയുടെ ബോർഡ് കണ്ടാൽ നമുക്കത് മനസ്സിലാവും കുടുംബശ്രീ നടത്തുന്നതാണ് ഈ ഒരു പ്രസ്ഥാനം. ഇനി ഇങ്ങനെയല്ല ചില സർവീസുകൾ, ഇപ്പം സാർ നേരത്തെ പറഞ്ഞതുപോലെ ദേശീയ പതാക നമുക്കിപ്പോൾ ഒരു കടയിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ അത് കുടുംബശ്രീ അംഗങ്ങൾ സ്റ്റിച്ച് ചെയ്തതാണ് എന്ന് നമുക്ക് ചിലപ്പോൾ അറിയാൻ പറ്റിയെന്ന് വരില്ല. ഇതുപോലെ നേർക്കാഴ്ചയിൽ നമുക്ക് അറിയാൻ പാടില്ലാത്ത പക്ഷേ കുടുംബശ്രീയാണ് അതിൻ്റെ പിന്നിൽ നിൽക്കുന്നത് എന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ കൂടി സാറിന് പറഞ്ഞു തരാമോ? തീർച്ചയായിട്ടും. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ അംഗൻവാടികളിൽ നിന്ന് ലഭിക്കുന്ന പോഷകാഹാരം അമൃതം പൊടി.
അത് യഥാർത്ഥത്തിൽ ഉണ്ടാക്കുന്ന കുടുംബശ്രീ യൂണിറ്റുകളാണ്. ഓ, അത് കുടുംബശ്രീ യൂണിറ്റുകൾ ഉണ്ടാക്കുന്നതാണ്. അതെ അതെ, കുടുംബശ്രീയുടെ നമ്മുടെ കോട്ടയത്ത് 10 ന്യൂട്രിമിക്സ് യൂണിറ്റുകളുണ്ട്. ഈ ന്യൂട്രിമിക്സ് യൂണിറ്റുകളിലാണ് നമ്മൾ ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത്. ഇത് നമ്മൾ ഈ കോട്ടയം ജില്ലയിലുള്ള ഏകദേശം 2000-ന് മുകളിൽ വരുന്ന അംഗൻവാടികളിലേക്ക് ഇത് വിതരണം ചെയ്യുന്നതും കുടുംബശ്രീ യൂണിറ്റുകൾ വഴിയാണ്. ഓ, ശരി 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 ശരി. അപ്പോൾ ഇതിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, എവിടെയൊക്കെ വെച്ചാണ് ഇത് നടക്കുന്നത്? ഇപ്പോൾ ഇത് നമുക്ക് 10 യൂണിറ്റാണ് നമുക്ക് കോട്ടയത്തുള്ളത്. ഓരോ ഏരിയ അടിസ്ഥാനപ്പെടുത്തി ഓരോ യൂണിറ്റുകൾ അങ്ങനെയാണോ ഇതിന്റെ? ഏരിയ അടിസ്ഥാനത്തിലല്ല. ഇപ്പം നമുക്ക് കൂട്ടിക്കൽ ഒരെണ്ണമുണ്ട്, ഈരാറ്റുപേട്ട ഭാഗത്ത് 2 എണ്ണമുണ്ട്, വൈക്കം ഏരിയയിൽ ഒരെണ്ണമുണ്ട്, കടുത്തുരുത്തി ഭാഗത്ത് ഒരെണ്ണമുണ്ട്. ഇത് ഈ കുടുംബശ്രീ അംഗങ്ങൾ തന്നെ നേരത്തെ സാറ് പറഞ്ഞതുപോലെ സംരംഭം തുടങ്ങണം എന്നുള്ള ആശയവുമായി വന്ന് അവർക്ക് ഇതുപോലത്തെ ഒരു കാര്യം കൊടുത്തിരിക്കുന്നതാണ്. അതെ അതെ അതെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുടുംബശ്രീ യൂണിറ്റുകളിലുള്ള ആളുകളെ കൊണ്ടുവന്ന് അവർക്ക് പരിശീലനം നൽകി അവർക്ക് നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ ലോണുകൾ നൽകിയാണ് ഈ യൂണിറ്റുകൾ തുടങ്ങിയിരിക്കുന്നത്. ഓക്കെ. ഇപ്പോൾ ഈ യൂണിറ്റുകളിൽ നിന്നും നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഗോതമ്പ്, അത് നമ്മുടെ FCI വഴിയാണ് ഗോതമ്പ് ലഭിക്കുന്നത്. പിന്നെ മറ്റനുബന്ധ ന്യൂട്രിമിക്സ് പ്രോഡക്റ്റുകളെല്ലാം നമ്മൾ റോ മെറ്റീരിയൽസ് എല്ലാം ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ നിന്ന് പ്രൊഡക്ഷൻ നടത്തി പാക്ക് ചെയ്ത് ഈ ഇവർക്ക് കിട്ടുന്ന ഇൻറ്റൻറ്റ് അനുസരിച്ച് ഓരോ അംഗൻവാടികളിലേക്ക് വിതരണം ചെയ്യുകയാണ്. ഓക്കെ ഓക്കെ, അത് കൊള്ളാട്ടോ. അത് എനിക്ക് തോന്നുന്നു, എനിക്കിപ്പോൾ ഇതൊരു പുതിയ അറിവാണ്. ഇതുപോലെ തന്നെ വീട്ടിൽ അംഗൻവാടികളിൽ പോയി അമൃതം പൊടി കഴിച്ചിട്ടുള്ള കുട്ടികൾ അവരുടെ അമ്മമാരൊക്കെ കേൾക്കുമ്പോൾ അയ്യോ ഇത് കുടുംബശ്രീക്കാർ ചെയ്യുന്നതാണല്ലേ എന്ന് ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും. കാരണം ഇതുപോലെയാണല്ലോ. ഇതുപോലെ സാറിപ്പോൾ കുടുംബശ്രീ അംഗങ്ങൾ നമുക്കിപ്പോൾ സാധാരണ ഇപ്പോൾ ഒരു ശരാശരി മനുഷ്യൻ്റെ കുടുംബശ്രീ അംഗങ്ങളുടെ ഏറ്റവും വലിയ സംരംഭം എന്ന നിലയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനകരമാകുന്നത് കോഫി ഷോപ്പുകൾ ടൈപ്പ് ഓഫ് കാര്യങ്ങളാണ്. നമ്മൾ എന്നും പുറത്തിറങ്ങിയാൽ എന്നും ഇത് കാണാൻ പറ്റും, എന്നും അവിടെ നിന്ന് ചായ കുടിക്കാൻ പറ്റും. ഇതല്ലാതെയും ഒരുപാട് പ്രവർത്തനങ്ങൾ കുടുംബശ്രീയുടെ ഉണ്ടല്ലോ, സംരംഭങ്ങളായിട്ടും അല്ലെങ്കിൽ സേവനങ്ങളായിട്ടും ഒക്കെ. അപ്പോൾ അങ്ങനത്തെ 1-2 കാര്യങ്ങൾ കൂടി സാറ് പറയാം. നമ്മുടെ കോട്ടയം ജില്ലയിൽ പലയിടങ്ങളിലായിട്ട് ആ ചേച്ചിമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ K4 കെയർ എന്ന് പറഞ്ഞൊരു പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ട്. ഈ K4 കെയർ എന്ന് പറഞ്ഞ പദ്ധതിയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, വീട്ടിൽ പ്രായമായിട്ടുള്ള അച്ഛനും അമ്മയും അവരെ നോക്കാനായിട്ട് പലർക്കും സാധിക്കത്തില്ല ഇന്നത്തെ സാഹചര്യത്തിൽ. വിദേശത്ത് പഠിക്കുന്നവർ അല്ലെങ്കിൽ മറ്റ് സാഹചര്യം കൊണ്ട് നിൽക്കാൻ പറ്റാത്ത സാഹചര്യമുള്ളവരുടെ വീടുകളിലൊക്കെ ഈ പറഞ്ഞ നമ്മൾ തന്നെ പരിശീലനം നൽകിയ ഒരു 28ഓളം വനിതകളുണ്ട്. അപ്പോൾ ഇവർക്കൊരു കോളിംഗ് സെൻ്ററും ഉണ്ട്. അപ്പോൾ ഈ വനിതകളെ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി വിളിച്ചു കഴിഞ്ഞാൽ ഒരു വീട്ടിൽ വന്ന് പ്രായമായിട്ടുള്ള ആളുകളെയും കിടപ്പ് രോഗികളെയും കുട്ടികളെയും അടക്കം പരിചരിക്കുന്ന രീതിയിലേക്ക് ഇവർക്ക് നല്ല രീതിയിലുള്ള ഒരു പരിശീലനം തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓ, ശരി 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 ശരി. ഇവരിപ്പോഴും നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഒരു 28ഓളം വനിതകളുണ്ട്. പലർക്കും ഈ പറഞ്ഞതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളടക്കം പോയി ജോലി ചെയ്യാനായിട്ടുള്ള ഓഫറുകളൊക്കെ നമുക്ക് വന്നിട്ടുള്ള അതൊക്കെ വളരെ വലിയ ആശയമുണ്ട്. കാരണം അല്ലേ, ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ജോലിക്കും പഠനത്തിനൊക്കെ പലയിടങ്ങളിൽ പോകുന്നവരും അല്ലെങ്കിൽ പറഞ്ഞ പോലെ വീട്ടിൽ നിന്ന് അല്പം മാറി നിൽക്കേണ്ടി വന്നാലും ഇങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് ആ വീട്ടുകാർക്കും വളരെ വലിയ ഉപകാരമാണ് അല്ലേ. റേഡിയോയിൽ പാട്ടുകൾ വരുന്നുണ്ട്. ഇത് സർഗക്ഷേത്ര 89.6 FM. SK ജംഗ്ഷൻ ഇങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടോ. കുടുംബശ്രീയുടെ കോട്ടയം ജില്ലാ മിഷൻ കോർഡിനേറ്റർ ആയിട്ടുള്ള അഭിലാഷ് സാറ് നമ്മളോട് കുടുംബശ്രീയെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സാറിപ്പോൾ ഞാൻ നേരത്തെ കോഫി ഷോപ്പുകളെ പറ്റി പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ കോട്ടയം ജില്ലയിൽ പലയിടങ്ങളിലായിട്ട് പല സ്ഥാപനങ്ങൾ കുടുംബശ്രീ അംഗങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും മെഡിക്കൽ കോളേജിൻ്റെ മുൻഭാഗത്തുള്ള ഒരു പിങ്ക് കഫേ, പേര് പറയുമ്പോൾ തന്നെ എല്ലാവരുടെ മനസ്സിലേക്ക് ഈ ഒരു കോഫി ഷോപ്പ് ഓർമ്മ വരുന്നുണ്ടാകും. കാരണം 24 മണിക്കൂറും പ്രവർത്തിക്കുന്നതാണ്. നമ്മളവിടെ ചെല്ലുമ്പോൾ കുടുംബശ്രീ ചേച്ചിമാർ കുടുംബശ്രീയുടെ യൂണിഫോം ഇട്ട് നിൽക്കുന്നൊരു സ്ഥാപനമാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു കുടുംബശ്രീ സംരംഭം ഒന്ന് പുറത്തൊരു ബോർഡ് കണ്ടില്ലെങ്കിലും നമുക്കിത് ആരാണ് നടത്തുന്നതെന്ന് മനസ്സിലാവും. ഞങ്ങൾക്ക് വളരെ അടുപ്പമുള്ള ഒരു സ്ഥാപനമുണ്ട്. ഞങ്ങൾ റേഡിയോ സ്റ്റേഷനിൽ നിന്ന് പാതിരാത്രിയും പകലും ഒക്കെ ചായ കുടിക്കാൻ പോകാറും അവരോട് സംസാരിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ ഈ മെഡിക്കൽ കോളേജിനെ ചുറ്റിപ്പറ്റിയും കുടുംബശ്രീ അംഗങ്ങളുടെ സേവനം ഏതൊക്കെ രീതിയിലാണ്? ഇപ്പോൾ ഒരെണ്ണം പിങ്ക് കഫേ നമുക്കറിയാം. അപ്പോൾ എങ്ങനെയാണ് അത് അത്തരം പ്രവർത്തനങ്ങളൊക്കെ പോകുന്നത്? മെഡിക്കൽ കോളേജിൽ പിങ്ക് കഫേ ഉൾപ്പെടെ നമുക്കൊരു 6ഓളം ക്യാൻറ്റീനുകളകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ പിങ്ക് കഫേ ഈ പറഞ്ഞ ഫ്രണ്ടിൽ നിൽക്കുന്നതുകൊണ്ടായിരിക്കും എല്ലാവർക്കും അത് പരിചയം. ഇതിൻ്റെ അകത്തും നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ കഫേ യൂണിറ്റുകളും ക്യാൻറ്റീനുകളും ഉണ്ട്. ഇതെല്ലാം കുടുംബശ്രീയുമായിട്ടുള്ള ഒരു എഗ്രിമെൻറ്റിൻ്റെ പുറത്താണ് ഈ യൂണിറ്റുകളോട് പ്രവർത്തിക്കുന്നത്. ഇത് കൂടാതെ തന്നെ മെഡിക്കൽ കോളേജിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ ഡാറ്റ എൻട്രി ഉൾപ്പെടെയുള്ള ജോലികൾ ചെയ്യുന്ന അല്ലെങ്കിൽ അവിടെ രോഗികളെ പരിചരിക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഏതാണ്ട് ഒരു 500ഓളം വനിതകൾ മെഡിക്കൽ കോളേജിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇതെല്ലാം കുടുംബശ്രീ മുഖേന
തിരഞ്ഞെടുത്ത് വന്ന വനിതകളാണ്. ഓക്കെ. ഇത്രയും പേർക്ക് നമുക്കൊരു വരുമാനം നേടിയെടുക്കാനായിട്ട് മെഡിക്കൽ കോളേജിൽ സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അതെ, അത് വളരെ ഇപ്പോൾ പിങ്ക് കഫേയെ പറ്റിയൊക്കെ അല്ലെങ്കിൽ ഇത്തരം സ്ഥാപനങ്ങളെ പറ്റി നമ്മൾ പറഞ്ഞാൽ വളരെ ഗുണനിലവാരമുള്ള വസ്തുക്കൾ മിതമായ നിരക്കിലാണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അത് എല്ലാ മനുഷ്യർക്കും ഉപകാരപ്രദമാണ് ഇതെല്ലാം. ഇപ്പോൾ സാർ 500 രൂപയുടെ സേവനം എന്ന് പറയുമ്പോൾ ഞങ്ങൾ ആലോചിക്കുമായിരുന്നേ, ഇപ്പം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പലരും കുടുംബശ്രീ അംഗങ്ങളുടെ സേവനം മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരുപാട് തവണ നിരന്തരമായി ലഭിച്ചിട്ടുള്ളവരാണ്. പക്ഷേ ഇത് ഇങ്ങനത്തെ ഒരു സാഹചര്യമാണെന്ന് ഒരു പക്ഷേ അറിഞ്ഞിട്ടുണ്ടാകില്ലായിരിക്കും. എന്തായാലും അതും ഞങ്ങൾക്കൊരു പുതിയ അറിവാണ്. റേഡിയോയിൽ പാട്ടുകൾ വരുന്നുണ്ട്. ഇത് സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. എസ് കെ ജംഗ്ഷൻ വളരെ ഗംഭീരമായിട്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുടുംബശ്രീയെ പറ്റി വളരെ ആഴത്തിലുള്ള ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ കൂടുതൽ നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് കുടുംബശ്രീ കോട്ടയം ജില്ലാ മിഷൻ കോർഡിനേറ്റർ ആയിട്ടുള്ള അഭിലാഷ് സാറാണ്. സാറിൻ്റെ തിരക്ക് പിടിച്ച ജീവിതത്തെ പറ്റി പറഞ്ഞാണ് നമ്മൾ തുടങ്ങിയത്. സാറിൻ്റെ ഒരു ദിവസത്തെ 2 മണിക്കൂർ സമയം നമ്മൾ എടുക്കുകയാണ് എന്ന് പറഞ്ഞാണ് തുടങ്ങിയത്. എന്നാലും ഞാൻ സാറിനെ പറ്റി ചോദിക്കുവാണ്. സാറ് മുണ്ടക്കയംകാരനാണ്. അതെ. അപ്പോൾ സാറിൻ്റെ മുണ്ടക്കയത്ത് ജനിച്ച വ്യക്തി എന്ന നിലയിൽ, മുണ്ടക്കയത്ത് നിന്ന് ഇപ്പോൾ ജോലി ചെയ്യുന്നത് കോട്ടയം ജില്ലാ ആസ്ഥാന ഏരിയയിലാണ്. മുണ്ടക്കയത്ത് നിന്ന് ഇപ്പോൾ ജോലി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ കളക്ടറേറ്റിൻ്റെ കോമ്പൗണ്ടിനുള്ളിൽ തന്നെ ജില്ലാ ആസ്ഥാനത്ത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു യാത്ര എത്രത്തോളം എളുപ്പമായിരുന്നു, അല്ലെങ്കിൽ എത്രത്തോളം ബുദ്ധിമുട്ടേറിയതായിരുന്നു? സാറ് പഠിച്ചതൊക്കെ എന്താണ്, എവിടെയൊക്കെ ആയിരുന്നു സാർ, ഇതിന് മുൻപ് എവിടെയായിരുന്നു? ഇതൊക്കെ ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമോ? തീർച്ചയായിട്ടും. ഞാൻ ഡിഗ്രി പഠിച്ചത് മഹാരാജാസിലാണ്. മഹാരാജാസ്. ഓക്കെ. ഞാൻ ഒരു എറണാകുളംകാരനാണ് കേട്ടോ. എറണാകുളം മഹാരാജാസ് കോളേജിലാണ് പഠിച്ചത്. അതിനുശേഷം PG കുസാറ്റിലാണ് ചെയ്തത്. ഓ, വീണ്ടും കൊച്ചിയിലേക്ക് തന്നെ. അതെ അതെ അതെ. ഡിഗ്രിയും PGയും എറണാകുളത്ത് തന്നെയാണ് പഠിച്ചത്. ഓക്കെ. അതെ അതെ. അതിനുശേഷം പിന്നെ ഞാൻ ബാങ്കിലാണ് ജോലി ചെയ്തത്. ഏറ്റവും ആദ്യം ബാങ്കിലാണ് ജോലി ചെയ്തത്. SBIയിലായിരുന്നു, മുംബൈയിലായിരുന്നു. ഓക്കെ. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഈ ഗവൺമെൻറ് ജോലി കിട്ടിയപ്പോൾ അത് റിസൈൻ ചെയ്തു, ഇവിടെ വന്ന് ജോയിൻ ചെയ്തു. എൻ്റെ പേരൻറ് ഡിപ്പാർട്ട്മെൻറ്റ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റാണ്. അവിടുത്തെ ഡെപ്യൂട്ടി ഡയറക്ടറാണ്. അപ്പോൾ അവിടെ നിന്നാണ് ഇപ്പോൾ ഡെപ്യൂട്ടേഷനിൽ കുടുംബശ്രീയിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ സാറ് നിലവിൽ ചെയ്തിട്ടുള്ള ഇപ്പോൾ ബാങ്കിങ് മേഖലയിലും അല്ലെങ്കിൽ പല ഏരിയയിൽ വർക്ക് ചെയ്തിട്ട് കുടുംബശ്രീയിലേക്ക് വന്നപ്പോൾ സാറിന് ഒരു സന്തോഷമായിട്ട് തോന്നിയത് എന്താണ്? അല്ല, കുടുംബശ്രീ എന്ന് പറയുന്നത് നമുക്കൊരു മറ്റുള്ള ഒരു ഡിപ്പാർട്ട്മെൻ്റൽ ജോലിയായിട്ട് നമുക്കിതിനെ കണക്കാക്കാൻ സാധിക്കില്ല. ഇപ്പോൾ നമുക്ക് തന്നെ പല കോളുകളും വരുന്നത് രാത്രിയും അല്ലെങ്കിൽ അതിരാവിലെയൊക്കെ ആയിരിക്കും, അവരുടെ പ്രശ്നങ്ങൾ വിളിച്ചു പറയുന്നതിനും. ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള ഇത്രയും വനിതകളുടെ പലതരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ട്. ഇതെല്ലാം പറയുന്ന ആളുകളിൽ ഒരാളാണ് ഞാനും. അപ്പോൾ ഇവർ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കേൾക്കുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് നമുക്കത് ഏത് സമയത്താണ് അവർക്ക് ആവശ്യം ആ സമയത്ത് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു ഡിപ്പാർട്ട്മെന്റൽ ജോലിയായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. 24 മണിക്കൂറും ഇതിന്റെ ഭാഗമായിട്ടാണ്. അല്ലാതെ ഒരു ഓഫീസ് ടൈം തുടങ്ങി ഇന്ന ടൈമിൽ തീരുന്ന പരിപാടിയല്ല, ജോലിയല്ല. അല്ല. അത് കൊള്ളാം. അത് ഞങ്ങളും സാറിനെ പലപ്പോഴും, അതായത് സാറിന്റെ ഓഫീസിൽ ചെന്ന് സാറിനെ പറ്റി കാണാൻ വേണ്ടി ചെന്നപ്പോൾ ഒരു പക്ഷേ തിരക്കാണെങ്കിൽ സാറിനെ കാണാൻ സ്ഥലത്തിലേക്ക് കാണാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ ഞങ്ങളൊന്ന് ഓഫീസിൽ ചോദിച്ചപ്പോൾ 5:30 ഒക്കെ കഴിയുമ്പോൾ സാർ ഇവിടെ ഉണ്ടാകും. അപ്പോൾ ഞാൻ 5:30 കഴിയുമ്പോഴാണ് സാർ. അപ്പോൾ നമുക്ക് മനസ്സിലായി എത്രത്തോളം ഏരിയകളിൽ ഓടി എത്തേണ്ടതാണ്, എത്രത്തോളം തിരക്കിനിടയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതും ഈ ഒരു തിരക്കും സാർ ആസ്വദിക്കുകയാണ്. ഓ, തീർച്ചയായിട്ടും. ഇതിപ്പം ഇതാകുമ്പോഴത്തേക്കിനും നമ്മളങ്ങ് അതിനനുസരിച്ച് വിട്ടുപോവുകയാണ്. ഓക്കെ സാർ. അപ്പോൾ എന്തായാലും സാർ, ഇപ്പോൾ ഇത് 2025 നമ്മളുടെ ഈ ഒരു കൂടിക്കാഴ്ച, ഈ ഒരു SK ജംഗ്ഷനിലെ 2 മണിക്കൂർ സമയം ഞങ്ങൾ വലിയൊരു തുടക്കമായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഇനി അങ്ങോട്ടേക്ക് കുടുംബശ്രീ അംഗങ്ങൾ നിരവധി മാതൃകാപരമായ സംരംഭങ്ങൾ നടത്തുന്ന കുടുംബശ്രീ അംഗങ്ങളെ ആഴ്ചയിൽ ഒരിക്കൽ പരിചയപ്പെടുത്തുന്ന രീതിയിൽ ഉള്ള ഒരു പ്ലാനുമായിട്ടാണ് ഞങ്ങളും സാറിനെ സമീപിക്കുന്നത്. അപ്പോൾ സാറിൻ്റെ സൈഡിൽ നിന്നുള്ള എല്ലാവിധ പിന്തുണയും ഞങ്ങൾ ഈ ഒരു മുന്നോട്ടുള്ള ലോങ് ടൈമിലേക്ക് ഓടാൻ പോകുന്ന ഈ ഒരു പരിപാടിയിൽ പ്രതീക്ഷിക്കുകയാണ് കേട്ടോ. തീർച്ചയായിട്ടും. നമ്മുടെ ജില്ലയിൽ ഈ പറഞ്ഞതുപോലെ തന്നെ എവിടെ നോക്കിയാലും സംരംഭങ്ങളുള്ളത് കുടുംബശ്രീക്ക് മാത്രമേ ഉള്ളൂ. നമ്മുടെ ജില്ലയിൽ ഏതാണ്ട് ഒരു 10,000-നടുത്ത് സംരംഭങ്ങളുണ്ട്. മൈക്രോ എൻ്റർപ്രൈസസ് ആയിട്ടും കൃഷി മേഖലയിലും മൃഗസംരക്ഷണ മേഖലയിലും ഇന്ന് നേരത്തെ പറഞ്ഞിട്ടുള്ള അത്രയും സംരംഭങ്ങൾ നമുക്ക് ജില്ലയിലുണ്ട്. അപ്പം അതിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വിസിബിളായിട്ടുള്ള കുറച്ച് സംരംഭങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും പരിചയപ്പെടുത്താം. ഓക്കെ. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് സാർ, ഇത്രത്തോളം തിരക്കിനിടയിൽ സാറ് വന്ന് ഞങ്ങളോട് ഇത്തരം കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ സാധിച്ചതിൽ. നമ്മൾ ഈ ഒരു യാത്ര ഇവിടെ തുടങ്ങുവാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ SK ജംഗ്ഷൻ്റെ സമയം ഇവിടെ തീരുന്നത്. ഇത്തരത്തോളം കാര്യങ്ങളെല്ലാം മനോഹരമായി നമ്മളോട് സംസാരിച്ച അഭിലാഷ് സാറിന് റേഡിയോയുടെ പേരിലുള്ള എല്ലാവിധ നന്ദിയും സ്നേഹവും ഒക്കെ അറിയിക്കുവാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു. കേട്ടുകൊണ്ടിരുന്നോളൂ. ഇത് സർഗക്ഷേത്ര 89.6 FM.